ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഫെബ്രുവരി 22 നോൾ മാതാവ്. പരിശുദ്ധ അമ്മയിലൂടെ നടക്കുന്ന വലിയ അത്ഭുതങ്ങളെക്കുറിച്ച് നമ്മൾ കേൾക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിലും നടക്കാൻ, രോഗശാന്തികളും അനുഗ്രഹങ്ങളും നിറയുവാൻ വേണ്ടി വിശ്വാസപൂർവ്വം നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിൽ മാതാവിൻ്റെ ശക്തമായ ഇടപെടൽ ഉണ്ടാകട്ടെ. പ്രാർത്ഥനയോടെ മാതാവ് വഴി നടന്ന വലിയൊരു അത്ഭുതം നമുക്ക് കേൾക്കാം. 1550 ഫെബ്രുവരി 22 അന്റോണിയ ബെഥനി എന്ന അന്ധയായ വൃദ്ധ അപ്പത്തിനു വേണ്ടി യാചിക്കുമ്പോൾ മാതാവ് പ്രത്യക്ഷപ്പെട്ട് അവളോട് പറഞ്ഞു, വീട്ടിൽ പോവുക, നിൻ്റെ ജീവിതകാലം മുഴുവൻ നിനക്ക് വേണ്ട അപ്പം അലമാരയിൽ നിന്ന് നിനക്ക് കിട്ടും. അവൾ മരിക്കുന്നത് വരെ ഭക്ഷിക്കാനുള്ള അപ്പം അലമാരയിൽ നിന്നും ലഭിച്ചു. ഈ അത്ഭുതം പെട്ടെന്ന് ജനങ്ങളുടെ ഇടയിൽ സംസാര വിഷയമാവുകയും കൂടുതൽ ഭക്തി പ്രചരിക്കുകയും ചെയ്തു. അത്ഭുതങ്ങൾ നടക്കുകയും ചെയ്തു. 1551 പോഗിയോയിൽ നിവിച്ചു പള്ളിയിലെ പ്രധാന അൾത്താരയിൽ ഈ വണക്ക സ്വരൂപം സ്ഥാപിച്ചു. സെൻറ്റ് ഫ്രാൻസിസിൻ്റെയും സെൻറ്റ് ജെറോമിൻ്റെയും മധ്യത്തിൽ ചുവന്ന ഉടുപ്പും നീല അങ്കിയും മഞ്ഞയും പച്ചയും കലർന്ന ശിരോവസ്ത്രവും ധരിച്ച് മടിയിൽ ഉണ്ണിയേശുവുമായി മാതാവിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ മാതാവിൻ്റെ പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ ശക്തമായി ഉണ്ടാകാൻ വേണ്ടി ആഗ്രഹത്തോടെ നമുക്ക് യാചിക്കാം. അന്ധയായ വൃദ്ധ സ്ത്രീക്ക് വേണ്ടി ജീവിതകാലം മുഴുവൻ ആ സ്ത്രീക്ക് വേണ്ടതെല്ലാം നൽകി അനുഗ്രഹിച്ച പരിശുദ്ധ മാതാവ് നമ്മുടെ ജീവിതത്തിലും എന്നും ഇടപെടും, നമ്മെ അനുഗ്രഹിക്കും. പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങേ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ഈശോയെ ഞങ്ങളെ ആശീർവദിക്കണമേ. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.